മരണമില്ലാത്ത ഒരു മനുഷ്യനെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയുമോ? വെൽക്കം ടു ലേറ്റസ്റ്റ് പാർട്ട് ഓഫ് അക്കാത്സ്കി ഫയൽസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇമ്മോർട്ടാലിറ്റിയെ ഒരു കളിയാക്കി മാറ്റിയ ഒരു ഭ്രാന്തനെ പറ്റിയാണ്. ആൻഡ് ആ വ്യക്തിയുടെ പേരാണ് ഹീഡാൻ, ദ വർഷിപ്പർ ഓഫ് ജാഷീൻ. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് അക്കാത്സ്കി ഫയൽസിന്റെ ഈ സീരീസിനെ പറ്റി കൂടുതൽ അറിയാൻ ഫോളോ ചെയ്യാനും മറക്കണ്ട. ഹീഡാൻ യുഗാക്കുറെ അല്ലെങ്കിൽ വില്ലേജ് ഹിഡൻ ഇൻ ദ ഹോട്ട് വാട്ടറിന്റെ വേ ഓഫ് ഷിനോബി ലൈഫിനെ എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊരു രാക്ഷസ ദൈവത്തിന്റെ കൾട്ടിനെ തെരഞ്ഞെടുത്തു, ദ ജാഷീൻ കൾട്ട്. ഈ കൾട്ടിൽ നിന്ന് അവന് ഇമ്മോർട്ടൽ ആവാൻ കഴിഞ്ഞു. പക്ഷെ എല്ലാ യുദ്ധത്തിലും അവനൊരു സാക്രിഫൈസും കൊടുക്കേണ്ടി വരും. അവന്റെ ട്രിപ്പിൾ ബ്ലേഡഡ് സൈഡ് ശത്രുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലായിരുന്നു, എന്നാൽ അവരുടെ ഒരു ചെറിയ ചോരത്തുള്ളി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. എന്നാൽ ഒരു വട്ടമെങ്കിലും നിങ്ങളുടെ ചോരത്തുള്ളി അവന്റെ റിച്വൽ സർക്കിളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഹ്യൂമൻ വൂഡു ഡോളായി മാറും. ടൂട്ടേൽസ് ജിൻചുരുക്കി യുഗിറ്റോ നീയും പിന്നെ ആസുമ സാറുട്ടോബിയും കൊന്ന ഒരേ ഒരു വ്യക്തിയായിരുന്നു ഹീഡാൻ. ആസുമ സാറുട്ടോബിയെ കൊന്നിട്ട് ഷിക്കമാറു ആൻഡ് ടീം 10 ഒരു മറക്കാനാവാത്ത വേദനയാണ് ഹീഡാൻ കൊടുത്തത്. ഷിക്കമാറുവിനെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റാൻ ഈ ഒരു മരണം കാരണവുമായി. ഹീഡാൻ ഒരു ജീനിയസ് സ്ട്രാറ്റജിസ്റ്റ് അല്ലായിരുന്നു, എന്നാൽ ഒരു മരിക്കാൻ പോകുന്ന വ്യക്തിയെ കണ്ട് ചിരിക്കുന്ന ഒരു സൈക്കോപാത്ത് ആയിരുന്നു. ഷിപ്പുഡനിൽ ഷിക്കമാറു ഇവനെ ജീവനോടെ കുഴിച്ചു മൂടിയപ്പോൾ അത് ഹീഡാന്റെ അഹങ്കാരത്തിന്റെ അവസാനമായിരുന്നു. ഇനി ഹീഡാൻ ജീവനോടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, പക്ഷെ ഷിക്കമാറു അവന്റെ സെൻസൈക്ക് വേണ്ടിയിട്ട് ഒരു സ്വീറ്റ് റിവെഞ്ച് ആണ് എടുത്തത്. അടുത്ത പാട്ടിൽ നമുക്ക് തിരിച്ചു കാണാം. പക്ഷെ സ്റ്റേ ട്യൂൺ ഫോർ മോർ ക്യാരക്ടേഴ്സ് ഓഫ് ദിസ് ഓർഗനൈസേഷൻ.